കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേലിൻ്റെ പുസ്തകം 21-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 21-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ദേശത്തിന്മേൽ ഒരു വാള് അയക്കും. ആ വാൾ ബാബിലോൺ ആണെന്നും ആ ബാബിലോണിനെ ദൈവത്തിൻ്റെ വാളായി ഉപയോഗിച്ച് ഇസ്രായേൽ ജനത്തിന് വരാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ് ഈ 21-ാം അധ്യായത്തിൽ ഉടനീളം പരാമർശിച്ചിരിക്കുന്നത്. ഈ വാള് കടന്നു വരികയും അത് ചെങ്കോലിനെ നിരസിക്കുകയും ചെയ്യും. അതുകൊണ്ട് എഗസ്കേലിനോട് ദൈവം പറയുന്നു, നീ നടു പൊട്ടുന്ന വിധത്തിൽ നെടുവീർപ്പിടുക, മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ നീ നെടുവീർപ്പിടുക എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെയും യഹോവയായ ദൈവം പറയുന്നു, നീ അലറി നിലവിളിച്ച് കരയുക, കാരണം അതുപോലുള്ള ന്യായവിധി ഇസ്രായേലിന് വരാൻ പോകുന്നു. വീണ്ടും പറയുന്നു, നീ തുടയിലടിക്കുക. നിന്റെ കാരണം ഇതൊരു വലിയ പരീക്ഷയാണ്. കാരണം പറയുന്നു, രാജ്യവും രാജാവും നഷ്ടപ്പെടുവാൻ പോകുന്നു. പ്രഭുക്കന്മാർ മാത്രമല്ല, യഹൂദയുടെ രാജാധികാരവും രാജകുടുംബവും രാജസ്ഥാനവും സിംഹാസനമെല്ലാം നിരസിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. അതിന് യാതൊരു വിധമാകുന്ന വാല്യൂമില്ലാത്ത നിലയിലേക്ക് അത് പോകും എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇത് വലിയ പരീക്ഷയാണ്. അവിടെ പറയുന്നു, കൈ കൂട്ടിയടിക്കുക എന്ന് പറയുന്നു. കൈ കൂട്ടിയടിക്കുക. കാരണം ഇസ്രായേൽ ചെങ്കോൽ അതിനെ നിരസിക്കുന്നു. അതിന് കൊടുക്കേണ്ടതായ ബഹുമാനം കൊടുക്കാത്ത നിലയിലുള്ള ഒരു വലിയ ന്യായവിധി അവിടേക്ക് ഇറങ്ങി വരുന്നു എന്നാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എഗസ്കേൽ പറയുന്നു, ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെയാണ്, നീ കൈ കൊട്ടുക. ലാസ്റ്റ് 17-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ക്രോധം ശമിക്കുവാൻ വേണ്ടി ഞാനും കൈകൊട്ടുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെയും ദൈവത്തിൻ്റെ കോപം തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, അത് ശമിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ നിമിത്തം ദൈവം അവരെ ശിക്ഷിക്കണം. വാൾ വേഗത്തിൽ ചലിക്കുന്നതായി ഇവിടെ കവിതാ രൂപത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഒരു വാളാണെങ്കിൽ ആ കവിതാ രൂപത്തിൽ പറഞ്ഞു വരുമ്പോൾ ഒന്നിലധികം വാളുകൾ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നും. അത് ജനത്തിന് ചുറ്റുമുണ്ട്. അതെല്ലാ വശങ്ങളിലും ഒരുപോലെ വർക്ക് ചെയ്യും. അനേകർ ആളുകൾ മരിക്കും. ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം, ഒളിച്ചോടുവാൻ കഴിയാത്ത നിലയിൽ വാതിക്കൽ ഗേറ്റിങ്കൽ വെച്ച് തന്നെ അനേകരെ കൊല്ലും. അത് മിന്നൽ പോലെ വരുന്നു. മൂർച്ചയുള്ള വാൾ അതിന് ചുമതല പൂർത്തിയാക്കുന്നു. അങ്ങനെ യഹോവയായ ദൈവം അത് കണ്ടിട്ട് കൈകൊട്ടുന്നു. അങ്ങനെ തന്നെ കോപം ശമിപ്പിക്കുന്നു. ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്.
നമുക്കിന്ന് രാത്രിയിൽ ആ 18-ാമത്തെ വാക്യം മുതൽ ഇന്ന് പഠിക്കാം. അതുകൊണ്ട് 21-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 18 മുതൽ 21 വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവിന്റെ വാൾ വരേണ്ടതിന് നീ 2 വഴി നിയമിക്കാം. രണ്ടും ഒരു ദേശത്തുനിന്ന് തന്നെ പുറപ്പെടണം. ഒരു കൈ ചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക. അങ്ങനെ വാൾ അമ്മോന്യരുടെ രബ്ബയിലും യഹൂദയിൽ ഉറപ്പുള്ള യെരൂശലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കാം. ബാബേൽ രാജാവ് ഇരുവഴിത്തലയ്ക്കൽ വഴിത്തിരിവിങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു. അവൻ തന്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം കൂടെ. യന്ത്രമുടികളെ വെക്കേണ്ടതിനും വൻ കുലയ്ക്കായി വായ് പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വാടകോരി കൊത്തളം പണിയേണ്ടതിനും യെരൂശലേമിനെ കുറിച്ചുള്ള പ്രശ്നം അവന്റെ വലങ്കയിൽ വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ യെഹെസ്കേലിനോട് ദൈവം പറയുന്നു, നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ മറ്റൊരു പാഠം, മറ്റൊരു പ്രദർശനം പോലെ നീ ഉണ്ടാക്കണം. നമുക്കറിയാം, യെഹെസ്കേലിന്റെ പ്രവാചകത്വത്തിന്റെ വിളിയുടെ ആരംഭത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, നീ കളിമണ്ണ് കൊണ്ടൊരു ഫലകമുണ്ടാക്കി അതിൽ യെരൂശലേമിനെ വരയ്ക്കണം, എന്നിട്ട് അതിന് ഉപരോധിക്കണം, എന്നിട്ട് അതിന് കൊത്തളങ്ങൾ പണിയണം എന്നിങ്ങനെ യഹോവയായ ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞതായിട്ട് നമ്മൾ പ്രാരംഭ അധ്യായങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ യഹോവയായ ദൈവം ഇവനോട് പറയുന്നത്, നഗരത്തിനെതിരായി നെബൂഖദ്നേസറിന്റെ ആക്രമം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കാണിക്കണം. അതിനുവേണ്ടി നീ ചെയ്യേണ്ട കാര്യം പറയുന്നു. അവിടെ വായിക്കുന്നു, നീ 2 വഴി നിയമിക്കാം. ഇപ്പൊ വെറുതെ അദ്ദേഹം ഇരിക്കുന്ന പ്രവാസത്തിലാണ്, വെറുതെ വഴി നിയമിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നിശ്ചയമായും ഒരുപക്ഷെ കളിമൺ ഫലകത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ആ ഭൂപടം വരച്ചിട്ടുണ്ട്. ഭൂപടം വരച്ചിട്ട് അതിൽ അവൻ ബാബിലോണിൽ നിന്ന് ഒരു വഴി കാണിച്ചു. ബാബിലോണിൽ നിന്നൊരു വഴി. അത് നമ്മുടെ ചരിത്രവും നമ്മുടെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ബാബിലോണിൽ റിബ്ള വരെ എത്തുന്നു. റിബ്ള വരെ. ആ റിബ്ളയിൽ നിന്ന് റോഡ് 2ആയി വിഭജിക്കപ്പെടുന്നു. അവിടെയാണ് നീ ഒരു കൈ ചൂണ്ടി വെക്കേണ്ടത്. ബാബിലോണിൽ നിന്ന് റോഡ് ആരംഭിക്കുന്നു, റിബ്ളയിലെത്തുന്നു. റിബ്ളയിൽ നിന്ന് റോഡ് 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ഒന്ന് അമ്മോനിലെ റബ്ബയിലും മറ്റൊന്ന് യഹൂദയിലെ യെരൂശലേമിലേക്കും. അപ്പം ഒന്നാമത്തെ വഴി അത് തെക്ക് കിഴക്ക് റബ്ബയിലേക്ക്, അമ്മോനിലെ റബ്ബയിലേക്ക്. നമ്മളെ ഭൂമിശാസ്ത്രം പഠിച്ചു വരുമ്പോൾ അത് തെക്ക് കിഴക്കായി കിടക്കുന്ന റബ്ബ, അമ്മോനിലെ റബ്ബ. രണ്ടാമത്തേത് തെക്കു പടിഞ്ഞാറായി കിടക്കുന്ന, സൗത്ത് വെസ്റ്റായി കിടക്കുന്ന യഹൂദയിലെ പ്രധാന നഗരമായ ജെറുസലേം. ഈ 2 സ്ഥലത്തേക്ക് പോകത്തക്ക നിലയിൽ നീ കൈ ചൂണ്ടി വെക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ചൂണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടേക്ക് പോകാനുള്ള വഴികൾ ആരോ മാർക്ക് ഇട്ട് വെക്കുമല്ലോ, അതുപോലെ നീ വെക്കണം. ഇവിടെ നെബൂഖദ്നേസർ
അമ്മോനിലെ റിബ്ബയെ ആക്രമിക്കണമോ അതോ യഹൂദയിലെ യെരുശലേമിനെ ആക്രമിക്കണമോ എന്നൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല, തീരുമാനമായിട്ടില്ല. എന്നാൽ യഹോവയായ ദൈവം യെഹെസ്കേലിന് പറയാണ്, നീ അത് അവിടെ ഉണ്ടാക്കി വെക്കണം, ജനം ഇത് കാണണം. ബാബിലോൺ രാജാവ് പാത വിഭജിക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ യഹൂദയും അമ്മോനും ഒരുമിച്ച് അവിടെ ഉണ്ട്. അവിടുന്ന് അവൻ തിരിയണം, രണ്ടിടത്തേക്ക് തിരിയണം. എന്താണ് ഇതിനകത്ത് അമ്മോനും അമ്മോനിലെ റിബ്ബയും യഹൂദയിൽ ജെറുസലേം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബാബിലോണിലെ രാജാവിനോട് എതിർക്കുവാൻ ഈ അമ്മോനിലെ റിബ്ബയും ഈ യെരുശലേമോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്നാ പറയപ്പെടുന്നത്. ഈ അമ്മോനിലെ റിബ്ബയും യഹൂദയിലെ യെരുശലേമും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് ബാബിലോൺ രാജാവിനെതിരെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ നിലയിലേക്ക് രണ്ട് വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണം അതെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇത് സംഭവിച്ചത് BC 593 മുതൽ 589 വരെയുള്ള കാലഘട്ടത്തിലാണ്. BC 593 to BC 589 ഈ കാലഘട്ടത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് നെബൂഖദ്നേസർ ആരെ ആദ്യം ആക്രമിക്കണമെന്ന് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. യഹോവയായ ദൈവം യെഹെസ്കേലിന് പറയുന്ന സമയത്ത്. അതുകൊണ്ട് യഹോവയായ ദൈവം പറയുകയാണ്, അവൻ അവിടെ വരും, രണ്ടായി പിരിയുന്നിടത്ത് വരും. ഒന്ന് അമ്മോനിലെ റിബ്ബ, മറ്റൊന്ന് യഹൂദയിലെ ജെറുസലേം. എവിടോട്ട് പോകണമെന്ന് അവൻ ഡിസൈഡ് ചെയ്യുവാൻ വേണ്ടി മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് അവൻ അതിൻ്റെ യഥാർത്ഥ തീരുമാനം എത്തും. മാന്ത്രിക വിദ്യ ഉപയോഗിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കാര്യത്തിൽ ദൈവിക തീരുമാനമുണ്ടോ, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെയും പല വിഷയങ്ങൾക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളും ഇങ്ങനെയുള്ള ഏത് തിരഞ്ഞെടുക്കാൻ അറിയാൻ വിഷമിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒന്നിൽ പ്രാർത്ഥിക്കും, ദൈവജനത്തിന് മുമ്പാകെയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മളും പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ജാതികളാണെങ്കിൽ അവർ അവരുടേതായിരിക്കുന്ന നിലയിലുള്ളതായ കാര്യങ്ങളിലൂടെയാണ് ഏത് തിരഞ്ഞെടുക്കണമെന്ന് ചിന്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ നെബൂഖദ്നേസർ യെരുശലേമിനെ ആക്രമിക്കണമോ റിബ്ബയെ ആക്രമിക്കണോ എന്നറിയുവാൻ വേണ്ടി 3 മാന്ത്രിക വിദ്യകൾ ഉപയോഗിക്കുമെന്ന് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം അരുളിച്ചെയ്തിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ ഒരു രീതിയാണ് രാജാവ് തന്നേക്കാൾ ശക്തിയുള്ളവയിൽ വിശ്വസിക്കുക, അതിനോട് ആലോചന ചോദിക്കുക, അത് നൽകുന്ന ആലോചന പ്രകാരം മുൻപോട്ടുള്ള സ്റ്റെപ്പുകൾ വയ്ക്കുക. ഒന്നാമത്തെ തിരഞ്ഞെടുക്കുന്നത് ഏതാണ് ആദ്യം ആക്രമിക്കപ്പെടേണ്ടതിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മുടെ ഭാഷ പറഞ്ഞാൽ ദൈവിക ആലോചന ചോദിക്കുന്നത് അമ്പുകളുടെ മുകളിൽ പേരെഴുതിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തിൻ്റെ പേരുകളുണ്ട്. ഈ അമ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് അത് ഇടുന്ന ഒരു അമ്പിൻ്റെ ഒരു ഉറ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരുമിച്ചിട്ട് കുലുക്കും. നന്നായി കുലുക്കുമ്പോൾ അതിൽ നിന്ന് ഏത് വെളിയിൽ പോകുന്നുവോ അതിനകത്ത് ആരുടെ പേരെഴുതിയിരിക്കുന്നുവോ അവരെ വേണം ആക്രമിക്കാൻ ആദ്യം തുടങ്ങേണ്ടത്. അതാണ് ഒന്നാമത്തെ
ദൈവീയ ലക്ഷണം തിരിച്ചറിയുന്നത്. രണ്ടാമത്തത് വ്യാജ ദൈവങ്ങളോട് ആലോചന ചോദിക്കുക. വ്യാജ ദൈവങ്ങളോട് ആലോചന ചോദിക്കുക. വ്യാജ ദൈവങ്ങളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും അവർക്കെല്ലാം ഗ്രഹബിംബങ്ങളുണ്ട്. ഗ്രഹബിംബം ഇത് പരമ്പരാഗതമായിട്ടുള്ളതാണ് അവരുടെ വീട്ടിലെ ഗ്രഹബിംബം. നമുക്കറിയാം, ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് തന്റെ ഭാര്യമാരോട് ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ റാഹേൽ അവിടുന്ന് ഗൃഹബിംബം എടുത്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട്. അതുപോലെയുള്ളൊരു ഗൃഹബിംബമാണിത്. ഈ ഗൃഹബിംബം ആരുടെ കൈവശമുണ്ടോ അവർക്ക് നിയമപരമായ ചില അവകാശങ്ങൾ ഉണ്ട് എന്നൊക്കെ ചിലതായ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിൻപിലുണ്ട്. എന്നിട്ട് ഈ ഗൃഹബിംബത്തോടാണ് രണ്ടാമത് ആലോചന ചോദിക്കുന്നത്. അതിന് ആലോചന പറയുക നമുക്കറിയാം, അതിന് സംസാരിക്കാൻ നോക്കത്തില്ല. ഈ വ്യാജദേവന്മാരുടെ പുരോഹിതന്മാരുണ്ട്, അവരാണ് ഇതിന് ഉത്തരം നൽകുന്നത്. വ്യാജദേവന്മാരുടെ പുരോഹിതന്മാരുണ്ട്, അവരാണ് ഇതിന് ഉത്തരം നൽകുന്നത്. ഇനി മൂന്നാമത്തെ അതിനെ സാധാരണ വിളിക്കുന്നത് ഇങ്ങനെയാണ്, ഹെപ്റ്റോസ്കോപ്പി എന്നാണ് വിളിക്കുന്നത്. ഹെപ്റ്റോസ്കോപ്പി, അതായത് ബലിയർപ്പിച്ച മൃഗത്തിൻ്റെ കരൾ അഥവാ അതിൻ്റെ കുടൽ, അതിൻ്റെ അകത്ത് എന്തോ ഒരു ലക്ഷണം വെച്ചിട്ടുണ്ട് അവർ. ആ ലക്ഷണം നോക്കിയിട്ടാണ് അവരൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. ഒന്ന്, ഈ അമ്പുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അത് പേരെഴുതിയിട്ടുണ്ട്, അതിട്ട് കുലുക്കും. അതിലേത് നിലത്ത് വീഴുന്നുവോ ആ ആരുടെ പേരാണോ അത് എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് അവർ തീരുമാനമെടുക്കും. രണ്ടാമത്തത് ഗൃഹബിംബത്തോടെ ആലോചന ചോദിക്കും. മൂന്നാമത്തെ ബലി അർപ്പിച്ച മൃഗങ്ങളുടെ കരൾ അഥവാ അതിൻ്റെ കുടൽ, അതിൻ്റെ ലക്ഷണം നോക്കി അവരൊരു തീരുമാനത്തിലെത്തും. ഈ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു രാജാവ് ഏതിനെ ആക്രമിക്കണമെന്ന് തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതാണല്ലോ 21-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അവൻ തൻ്റെ അമ്പുകളെ കുലുക്കി. 2, കുലദേവന്മാർ ചോദിക്കും. 3, കരൾ നോക്കുകയും ചെയ്യും. ഈ 3 കൂട്ടം കാര്യങ്ങൾ അവിടെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ മാർഗങ്ങൾ ഒന്നും യഹോവയായ ദൈവം അംഗീകരിച്ചുള്ളതല്ല. യെരൂശലേമിനെതിരെ പോരാടുവാൻ ദൈവം നെബൂഖദ്നേസറിനെ വാളായി ഉപയോഗിച്ച് ദൈവം കൊണ്ടുവന്നു. നെബൂഖദ്നേസറിനെ ദൈവത്തിന്റെ വാളായി ദൈവം പ്രവർത്തിക്കുന്നു. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിക്കപ്പെടുന്നതാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ദൈവവചനത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതാണ്. ദൈവവചനത്തിന്റെ വിശ്വാസ്യത, ദൈവവചനത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് യെഹെസ്കേൽ പറയുമ്പോൾ ഇത് നടന്നിട്ടില്ല, എന്നാൽ ഈ പറയപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം വസ്തുത മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം അത് ഏത് കാലഘട്ടമായാലും ശരി, എത്ര വർഷങ്ങൾ കടന്നുപോയാലും അത് അതുപോലെ തന്നെ നിവർത്തിക്കപ്പെടും. അതിന് യാതൊരു മാറ്റവും അക്കാര്യത്തിലില്ല. ഇത് സാധാരണ പുസ്തകങ്ങൾ പോലെ ആരുടെയെങ്കിലും മനോമുഖരത്തിന് ഉരുത്തിരിഞ്ഞ കെട്ടുകഥകളും കുറെ ഭാവനകളും എഴുതി വെച്ച് ചമച്ചുണ്ടാക്കിയതല്ല. ദൈവത്തിന്റെ വചനം ദൈവവിശ്വാസ്യമാണ് എന്നത്, അത് ദൈവിക ഇൻസ്പിറേഷനോട് എഴുതപ്പെട്ടതാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നതാണ്. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും
ഇത് നിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ അത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാറ്റം ഓരോ നാൾ കഴിയുന്തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 22 മുതൽ 24 വാക്യങ്ങൾ വായിക്കാം. വേഴ്സസ് 22 to 24. യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വൻ കുലയ്ക്കായി വായ് പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വാടകോരി കൊത്തളം പണിയേണ്ടതിനും യെരൂശലേമിനെ കുറിച്ചുള്ള പ്രശ്നം അവന്റെ വലങ്കയിൽ വന്നിരിക്കുന്നു. എന്നാൽ അത് അവർക്ക് വ്യാധി ലക്ഷണമായി തോന്നുന്നു. അവർ ആണ ഇടിവിച്ചിരിക്കുന്നുവല്ലോ. എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു. 24. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ടു വരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നത് കൊണ്ടും നിങ്ങളെയും ഓർത്തിരിക്കുന്നത് കൊണ്ടും നിങ്ങളെ കയ്യാൽ പിടിക്കും. ഓക്കെ, ഇതിൽ മറ്റൊരു ഭാഗത്തേക്ക് നമ്മളെ ഇനി കൊണ്ടുപോവുകയാണ്. ഇതും ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടതാണ്. അത് സംഭവിക്കും മുമ്പേ പറഞ്ഞൊരു പ്രവചനമാണിത്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യെരൂശലേമായിരുന്നു. അതിനാൽ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു സംഭവിക്കുമെന്ന് യെരൂശലേമിൽ ജനങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, വിശ്വസിച്ചില്ല. കാരണം യഹോവയായ ദൈവം ആ ജനവുമായി ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ആ ഉടമ്പടിയിൽ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യഹോവയായ ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അനുസരിക്കണമെന്നോ വളരെ വ്യക്തമായി യഹോവയായ ദൈവം പറഞ്ഞിരുന്നു. നിങ്ങളത് അനുസരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഉടമ്പടി ദൈവത്തെ അനുസരിക്കുവാൻ വേണ്ടി ദൈവത്തോട് കൽപ്പിച്ചു. ദൈവത്തോട് ചെയ്ത സീനായി മലയിൽ വെച്ച് ഉടമ്പടി അനുസരിച്ച് അതെല്ലാം അവരനുസരിച്ചു കൊള്ളാമെന്ന് അവർ പറഞ്ഞു. അവർ അതെല്ലാം അങ്ങനെ തന്നെ അംഗീകരിച്ചു. അവർ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫലം ഇങ്ങനെ ആയിരിക്കുമെന്നും പറഞ്ഞു. അവർ ദൈവത്തെ അനുസരിക്കാതെ അവർ ദൈവത്തോട് മത്സരിച്ചു. അവർ ചിന്തിച്ചിരുന്നത് ദൈവം അവരുടെ ചെയ്ത ഉടമ്പടി പ്രകാരം അവരെ നശിപ്പിക്കത്തില്ല എന്നിങ്ങനെ കൊണ്ടുപോകുന്നു ചിന്തിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കണം. അവർ അനുസരിച്ചില്ല. അനുസരിക്കാത്തത് കൊണ്ട് അതിൻ്റെ ന്യായവിധിയിലേക്ക്, അതിൻ്റെ ഫലത്തിലേക്ക് അവർ പോകേണ്ടി വന്നു. 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ ആണ ഇടിവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ആണ സത്യം ചെയ്യിപ്പിച്ചു. അവിടെ ഒരു ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാബേൽ രാജാവ്, അതായത് ബാബിലോൺ രാജാവുമായി, അഥവാ നെബൂഖദ്നേസർ രാജാവുമായി ഒരു കരാർ യഹൂദയിലെ രാജാവ് ചെയ്തിരുന്നു. അത് സിദക്കിയാവാണ്. യഹോവയാക്കീനെ പിടിച്ചോണ്ട് പോയപ്പോൾ ആ കുടുംബത്തിൽ പിറന്ന സിദക്കിയാവിനെ നെബൂഖദ്നേസർ രാജാവായി അവിടെ വാഴിച്ചു. അവരുമായിട്ടൊരു ഉടമ്പടി നെബൂഖദ്നേസർ രാജാവ് ചെയ്തിരുന്നു. എന്നാൽ ഈ സിദക്കിയാവ് അല്ലെങ്കിൽ യഹൂദ ജനം ബാബിലോൺ രാജാവിനോട് വിശ്വസ്ത കാണിച്ചില്ല. ആ പറഞ്ഞ ഉടമ്പടി പാലിച്ചില്ല. ആ ഉടമ്പടി ലംഘിച്ചതാണ് നെബൂഖദ്നേസർ രാജാവ് യഹൂദയെ ആക്രമിക്കാനുള്ള കാരണം. അതാണ്
എന്തായിരുന്നു എങ്ങനെ ചോദിച്ചാൽ, ഈ സിദക്കിയ രാജാവ് ഒരു ജാതീയ രാജാവിന്റെ മുൻപിൽ ഉടമ്പടി ചെയ്തപ്പോൾ യഹോവയായ ദൈവത്തിന്റെ നാമം ഉപയോഗിച്ചാണ് സത്യം ചെയ്തത്. യഹോവയായ ദൈവത്തിന്റെ നാമം. എടാ, നെബൂഖദ്നേസർ രാജാവ് എവിടെ കിടക്കുന്നു? യഹോവയായ ദൈവം എവിടെ കിടക്കുന്നു? ഈ ജാതീയ രാജാവുമായി ഉടമ്പടി ചെയ്തപ്പോൾ അവൻ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിട്ടാണ് ഉടമ്പടി ചെയ്തത്. എന്നാൽ ആ പറഞ്ഞ ഉടമ്പടിயின் പ്രകാരം സിദക്കിയാവ് പാലിച്ചില്ല. സിദക്കിയാവ് ആ ഉടമ്പടി ലംഘിച്ചു. നമുക്കത് അറിയണമെങ്കിൽ 2 ദിനവൃത്താന്ത പുസ്തകം 36 അധ്യായത്തിന്റെ 13 വാക്യം ഒന്ന് വായിക്കാം. 2 Chronicles chapter 36 verse 13 ഒന്ന് വായിച്ചു. അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവെങ്കിലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. നോക്കണം, ഇവിടെ പറയുന്നു നെബൂഖദ്നേസർ രാജാവുമായി ചെയ്ത ഉടമ്പടി അവൻ പാലിക്കാതെ അവനോട് മത്സരിച്ചു. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ഹൃദയം കഠിനമാക്കി. അപ്പോൾ ഒരു ജാതീയ രാജാവിന്റെ മുമ്പാകിൽ ഉടമ്പടി ചെയ്തപ്പോൾ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു, എന്നിട്ട് അതൊട്ട് പാലിച്ചുമില്ല. അവൻ ആ പ്രതിജ്ഞ, ആ സത്യം, ആ ആണയിട്ടത് ലംഘിച്ചു. അതാണ് 23 വാക്യത്തിൽ എടുത്തു പറയുന്നത് കാര്യം. അതാണ് അവൻ ഈ സത്യത, ഈ പ്രതിജ്ഞ ലംഘിച്ചു. ഈ പ്രതിജ്ഞ ലംഘിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവൻ ദൈവത്തെക്കാൾ പ്രാധാന്യത നെബൂഖദ്നേസർ രാജാവിന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത ദൈവത്തിന് കൊടുക്കാതെ അതിനേക്കാൾ പ്രാധാന്യത ജാതീയ രാജാവാകുന്ന നെബൂഖദ്നേസർ രാജാവിന് കൊടുത്തു. ഇനി നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം 17 അധ്യായത്തിന്റെ 13-14 വാക്യം വായിച്ച് ഈ ഭാഗം അവിടെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാ, എങ്കിൽ ആ ഭാഗം ഒന്ന് വായിച്ച്. യെഹെസ്കേൽ പുസ്തകം 17 അധ്യായത്തിന്റെ 13-14 വാക്യം. രാജസന്തതിയിൽ ഒരുത്തനെ അവൻ എടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. രാജസന്തതിയിൽപ്പെട്ട ഒരുവനെ എടുത്തു പറഞ്ഞാൽ യഹോവയാക്കീൻ പോയി കഴിഞ്ഞപ്പോൾ ആ രാജസന്തതിയിൽപ്പെട്ട സിദക്കിയാവിനെ തെരഞ്ഞെടുത്തിട്ട് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്നിട്ട് അവനത് പാലിച്ചില്ല. ഇതാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് ഇവന്റെ നേരെ വരാനുള്ള കാരണം. അതാണ് ഇവിടെ ഈ 21 അധ്യായം 23 വാക്യത്തിൽ വായിക്കുന്നു. അത് അവർക്ക് വ്യാജ ലക്ഷണമായി തോന്നുന്നു. ഏത്? അന്ന് ആണയിട്ട് സത്യം ചെയ്തത് വ്യാജ ലക്ഷണമായി തോന്നി. എന്നാൽ അവർ ആണയിടിച്ചിരിക്കുന്നുവല്ലോ, എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിനെ അവൻ അകൃത്യം ഓർപ്പിക്കുന്നു എന്ന് എടുത്തു പറയുന്നു. അന്ന് ചെയ്ത ഉടമ്പടി അവൻ ലംഘിച്ചു. അത് രാജാവിന് ഓർമ്മ വന്നു. അതുകൊണ്ട് അവനിലേക്ക് തിരിയുന്ന ഭാഗമാണ് തിരിഞ്ഞു എന്നാണ് ഈ ഭാഗത്തൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. യെരൂശലേമിന്റെ പാപം അധികമായിരുന്നു. കൂടാതെ ദൈവനാമത്തിലെടുത്ത പ്രതിജ്ഞ ലംഘിച്ച നിമിത്തം ദൈവിക ന്യായവിധി വരികയും തന്നിമിത്തം യഹൂദ രാഷ്ട്രത്തിന്റെ വീഴ്ചയ്ക്കും യെരൂശലേം ദേവാലയത്തിന്റെ നാശത്തിനും കാരണമായി തീർന്നു. നോക്കണം, അവൻ ആരുടെ സന്നിധിയിൽ ആ തീരുമാനം? ദൈവത്തിന്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തു. 10 കൽപ്പനയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്.
തോന്നിടത്തല്ലേ യഹോവയുടെ നാമം എടുത്ത് സത്യം ചെയ്യല്ലേ? അത് എത്രയോ ഉന്നതമാണെന്നറിയാമോ? നമ്മുടെ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം യഹോവയുടെ നാമത്തെ സത്യം ചെയ്യല്ലേ, അതെത്രയോ ഉന്നതമാണ്. നമ്മൾ പലപ്പോഴും ചാടിക്കേറി ചില തീരുമാനങ്ങൾ എടുക്കും. പലപ്പോഴും നമ്മളെ കൊണ്ടത് പൂർത്തീകരിക്കാൻ വയ്യാതെ വരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന വസ്തുത, നമുക്ക് തീരുമാനം എടുക്കുമ്പോൾ വളരെ പ്രാർത്ഥിച്ച് ചിന്തിച്ചിട്ടൊക്കെ ഓരോ തീരുമാനം എടുക്കാവൂ. അന്നേരത്തെ ഒരു ആവേശത്തിന് കയറി തീരുമാനമെടുത്തിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും, നാം അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഏത് തീരുമാനമെടുത്താലും വളരെ ചിന്തിച്ചാലോചിച്ച് മാത്രമേ ഏത് വിഷയത്തിനും ഒരു തീരുമാനമെടുക്കാവൂ. ചാടിക്കേറി എടുക്കരുത്. ഇവിടെ ഇവൻ ഇങ്ങനെ ആ പ്രതിജ്ഞ എടുത്തത്, ആണയിട്ടത് ലംഘിച്ചത് നിമിത്തം നഷ്ടം സംഭവിച്ചത് ഒരു രാഷ്ട്രത്തിന് മൊത്തമാണ്. എന്തോ നഷ്ടപ്പെട്ടു? അവർ രാഷ്ട്രം നഷ്ടപ്പെട്ടു. 2, അവരുടെ ഏറ്റവും വിശുദ്ധ മന്ദിരം. യഹൂദനെ സംബന്ധിച്ച് അവൻ ഒറ്റ ആലയമുള്ളൂ, പല ആലയമില്ല. അവന്റെ ഏക ആലയമാകുന്ന യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇതിനൊക്കെ കാരണം ഇവൻ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യം അവനത് പാലിക്കാത്തത് കൊണ്ട്, ആണയിട്ടത് അവൻ പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ രാഷ്ട്രം നഷ്ടപ്പെടുവാനും ദേവാലയം നശിപ്പിക്കപ്പെടുവാനും കാരണമായി തീരുന്നത്. ജനം, തങ്ങളുടെ ദൈവജനം അതിൽ വിശ്വസിച്ചില്ല. അവരുടെ പാപങ്ങൾ വലുതായിരുന്നു. തന്നിമിത്തം ദൈവം നെബൂഖദ്നേസർ മുഖാന്തരം അവനെ ശിക്ഷിച്ചു. അവൻ അവിടെ പരാജയപ്പെടുത്തുകയും പലരും തന്നിമിത്തം മരിക്കുകയും ചെയ്തു. നോക്കണം, ഒരുത്തൻ കാണിച്ച ആ തെറ്റ് നിമിത്തം ശിക്ഷിക്കപ്പെടുന്നത് എത്രയോ ജനങ്ങൾ, ഒരു രാഷ്ട്രം മുഴുവൻ നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ കാരണം ആ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം അവൻ പൂർത്തീകരിച്ചില്ല, അവൻ അത് ലംഘിച്ചത് കൊണ്ടാണ്. അവിടെ ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനം കളിതമാശായി കാണല്ലേ, അതിന് വില കുറച്ച് കാണല്ലേ. നാം എടുക്കുന്ന തീരുമാനം വിലയേറിയതാണ്. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തോട് മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാവൂ എന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ അടുത്ത ഭാഗം കൊണ്ട് വായിച്ച് ചില കാര്യങ്ങൾ പറയാം. 25 മുതൽ 27 വാക്യങ്ങൾ വായിച്ച്. യഹൂദനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവേ, അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. അവന് ഞാൻ അത് കൊടുക്കും. ഓക്കെ, ഇവിടെ ആ 25-ാം അധ്യായം വായിക്കുന്ന നിഹിതനും ദുഷ്ടനുമായ ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവനെ, അതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ദുഷ്ടനായ രാജകുമാരനെ, നീ അശുദ്ധമാകുന്നു, അവന്റെ നാളുകൾ വന്നിരിക്കുന്നു, നിന്റെ അകൃത്യത്തിന് അവസാനം വരും എന്നാണ് അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ. ഇസ്രായേൽ ദുഷ്ടനായ ഒരു രാജകുമാരനായിരുന്നു സിദക്കിയാവ്. അതിനു മുമ്പ് പല ദുഷ്ടന്മാരും ജീവിച്ചത്. മനശ്ശെയൊക്കെ വളരെ ദുഷ്പ്രവൃത്തിയതാണ്. എന്നാൽ സിദക്കിയാവ് എന്ന് പറയുമ്പോൾ മറ്റൊരു തലത്തിൽ, മറ്റൊരു വിധത്തിൽ വളരെ ദുഷ്ടനായി മാറി. അന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
സിദക്കിയാവിന്റെ പാപത്തിന്റെ അളവ് വർദ്ധിച്ചു, അതിന്റെ വക്കോളം എത്തി. ജനത്തിന്റെ അകൃത്യം, ജനം മറു സൈഡിൽ പാപം ചെയ്യാൻ തുടങ്ങി. അവിടെ അധാർമികതയുടെ നിലവാരവും അതും വർദ്ധിക്കാൻ തുടങ്ങി. തന്നിമിത്തം എന്ത് സംഭവിച്ചു? ഈ വചനപ്രകാരം അവരെ വാഗ്ദത്ത ദേശത്ത് നിന്ന് പുറത്താക്കുകയാണ്. പ്രധാന 3 കാര്യങ്ങളാണ്. ഒന്ന്, ദുഷ്ടനായ സിദക്കിയാവിന്റെ ജീവിതം. 2, ജനത്തിന്റെ പാപം, അകൃത്യം, അവരുടെ അധാർമികമാകുന്ന നിലവാരം. ഈ ജനത്തിന്റെ അധാർമികമാകുന്ന നിലവാരവും സിദക്കിയാവിന്റെ ദുഷ്ടതയും സിദക്കിയാവിന്റെ പാപം, ജനത്തിന്റെ പാപം കൂടെ എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത ദേശത്തു നിന്നും അവരെ പുറത്താക്കപ്പെട്ടു. നമ്മൾ 20-ാം അധ്യായത്തിൽ നമ്മൾ നന്നായി പഠിച്ചതാണ്. ദൈവം 2-3 പ്രാവശ്യം കൈ ഉയർത്തി പറഞ്ഞു, അവിടെ പിതാക്കന്മാരുടെ വാഗ്ദത്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും, ഞാൻ അവർ കൊടുക്കും. എന്നാൽ ആ വാഗ്ദത്ത ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തെ മറന്നു, ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു. അവിടെ അധാർമികത വർദ്ധിച്ചു. തന്നിമിത്തം അവിടെ വാഗ്ദത്ത ദേശത്തു നിന്നും അവരെന്തേക്കുമായി പുറത്താക്കപ്പെട്ടു. അതുകൊണ്ടാണ് 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, രാജാവിന്റെ കിരീടവും സിംഹാസനവും അപഹരിക്കപ്പെട്ടു പോകും, അത് ഇല്ലാതെ പോകും. BC 586 ഇതങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വിധിയിൽ 27-ാമത്തെ വാക്യത്തിൽ അത് അവസാനം കൊണ്ട് നിർത്തുമ്പോൾ, ആ വിധിയുടെ അവസാനം കൊണ്ട് നിർത്തുമ്പോൾ ഒരു മനോഹരമാകുന്ന വാഗ്ദത്തത്തോടു കൂടിയാണ് ആ ന്യായവിധി കൊണ്ട് അവസാനിപ്പിക്കുന്നത്. അവരുടെ സിംഹാസനം നഷ്ടപ്പെടും, രാജ അധികാരം നഷ്ടപ്പെടും, മകുടം നീക്കി കിരീടം എടുത്തു കളയും, ആ സിംഹാസനം ഇനി ആരും ഇരിക്കത്തില്ല, ഉയർന്നവനെ താഴ്ത്തുകയും താഴ്ന്നവനെ ഉയർത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഏറ്റവും മനോഹരമാകുന്ന ഒരു വാഗ്ദത്തത്തോടു കൂടിയാണ് ആ ന്യായവിധി അവിടെ അവസാനിപ്പിക്കുന്നത്. ആ ന്യായവിധി ഇങ്ങനെ പറയുന്നു, അതിന് അവസാനം ഇങ്ങനെ പറയുന്നു, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെയായിത്തീരും. 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അതിനെ ഉന്മൂലനാശം വരുത്തും. 3 പ്രാവശ്യം എടുത്തെടുത്തു പറയുന്നിട്ട് അവസാനം കൊണ്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെയായിരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. ഇത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഈ ഭാഗം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഭാഗം വായിപ്പിച്ച. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കാൻ നിർത്തി യഹൂദയെ അനുഗ്രഹിച്ച ഭാഗമാണ്. ആ പ്രവചനത്തിൽ പറഞ്ഞു, ചെങ്കോൽ യഹൂദയിൽ നിന്ന് മാറുകയില്ല, ഭരണാധികാരിയുടെ വടി അവന്റെ പാദങ്ങൾക്കിടയിൽ നിന്ന് മാറുകയില്ല, ജാതികൾ അവനെ അനുസരിക്കും എന്ന് വളരെ വ്യക്തമായി എന്നിട്ട് പറയുന്നു, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡു അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. അവകാശമുള്ളവൻ വരുവോളം, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെയായി തീരും. അത് നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പ്രവചന പ്രകാരം യാക്കോബ് വർഷങ്ങൾക്ക് മുമ്പ്
തന്റെ മകനെ അനുഗ്രഹിച്ച് പറഞ്ഞ പദപ്രയോഗം പിന്നീട് വന്നപ്പോൾ യഹോവയായ യെഹെസ്കേൽ പറയാണ്, അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെയായിരിക്കും. ഇവിടെ ഇനി ഒരു കിരീടവും കാണുകയില്ല. ഇനി യെരൂശലേമിൽ കിരീടം ധരിച്ചവൻ കാണുകയില്ല. യെരൂശലേമിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാണുകയില്ല. യെരൂശലേമിൽ ഇനിയും രാജകൊട്ടാരമോ രാജധാനികളോ രാജ അധികാരമോ രാജദണ്ഡോ ഇനി കാണുകയില്ല എന്ന് വളരെ വ്യക്തമായി പറയുണ്ടായി. ഇനി നമുക്ക് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 32-33 വാക്യം വായിച്ചേ. ദൂതൻ മറിയെ സന്ദർശിച്ചപ്പോൾ പറയുന്ന ഒരു പ്രവചന ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചേ. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. നോക്കണം, പുരോഹിതന്റെ ശിരോവസ്ത്രവും രാജകുമാരന്റെ കിരീടവും നീക്കപ്പെട്ടു. മഹാപുരോഹിതൻ ദൈവത്തെയോ ജനങ്ങളെ സേവിക്കുമായിരുന്നില്ല. യഹൂദയിൽ ഒരു രാജ്യം ഉണ്ടായിരിക്കുകയില്ല. മശിഹ വരുന്നത് വരെ വളരെ വ്യക്തമായി പറയുന്നു, ഒരു മനുഷ്യനും ശിരോവസ്ത്രം ധരിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു മഹാപുരോഹിതനും ഇവിടെ കാണുകയില്ല. കിരീടം ധരിക്കുവാൻ ഇവിടെ അവകാശികളില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെങ്കോൽ, അതിന് മുമ്പ് വായിച്ചത് ചെങ്കോൽ വാളിനെ നിരസിച്ചു. വാൾ ചെങ്കോലിനെ നിരസിച്ചു. ഇതിന് പറഞ്ഞ ഈ തുടയിലടക്കി ഇതൊരു പരീക്ഷയാണ്. നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യും? അതായത് കിരീടവും അധികാരവും സ്ഥാനവും സിംഹാസനവും പദവിയും എല്ലാം നഷ്ടപ്പെടുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, BC 586 നഷ്ടപ്പെട്ടു പോയത് ആ സിംഹാസനവും ആ കിരീടവും ആ രാജദണ്ഡും ആ ശിരോവസ്ത്രവും അന്ന് നഷ്ടപ്പെട്ടു പോയത് ഇന്ന് വരെ തിരികെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ രാത്രി വിളിച്ചവൻ അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയായിരിക്കും. അവൻ അത് കൊടുക്കും. നാം ലൂക്കോസിൽ വായിച്ചല്ലോ, അത് ഞാൻ അവനെ ഏൽപ്പിക്കും. അവകാശമുള്ളവനായ കർത്താവ് മശികയായി വാഴുവാൻ പോകുന്നൊരു ദിവസമുണ്ട്. അന്ന് ഇതെടുക്കത്തുള്ളൂ. ഈ പറയപ്പെട്ട പ്രവചനം പോലെ അതില്ലാതെയായി. അതിൽ ഒരു രാജാവോടെ വന്നിട്ടില്ല, ഒരു സിംഹാസനോടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ ഈ വചനപ്രകാരം വിളിച്ചു പറയട്ടെ, അവകാശമുള്ളവൻ വരും, മശിഹയായവൻ. അവൻ സിംഹാസനത്തിലിരുന്ന് വാഴും എന്ന് പ്രവചന പുസ്തകം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ആ മശിഹയുടെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, നമുക്കതിനോട് കാത്തിരിക്കാം. നമ്മുടെ മശിഹ വരാറായി. അവകാശമുള്ളവൻ വരുവോളം ഇതാർക്കും എടുക്കുവാൻ കഴിയില്ല. അവകാശമുള്ളവൻ വരും, നിശ്ചയം അവൻ രാജാവായി ഈ ഭൂമിയിൽ വാഴും. ആകയാൽ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് അവകാശമുള്ളവന് വരവിന് വേണ്ടി നോക്കി പാർത്ത് പ്രത്യാശ ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.